കേരള കർണാടക അതിർത്തിയിലെ ബാവലിയിൽ നിന്ന് 5 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് ആ ഹൃദയഭേദകമായ കാഴ്ച. എല്ലുന്തിയ ശരീരവുമായി മാനസിക വിഭ്രാന്തി പ്രകടിപ്പിച്ച് ഭക്ഷണത്തിന് യാത്രക്കാരോട് യാചിക്കുന്ന യുവാവ്. പേരോ നാടോ വയസ്സോ ഒന്നും അറിയാതെ പശിയടക്കാൻ കാട്ടിൽ നിന്ന് റോഡിലേക്ക് കയറി വാഹനങ്ങൾക്ക് നേരെ കൈനീട്ടുന്നു. സദാസമയം വന്യമൃഗങ്ങൾ വിഹരിക്കുന്ന നാഗർഹോള കടുവാ സങ്കേതത്തിൽ മനുഷ്യരുമായി ബന്ധമില്ലാതെ ഈ ആദിവാസി യുവാവ് അലഞ്ഞുതിരിഞ്ഞു നടക്കുകയാണ്. റോഡിലിരുന്നും കിടന്നും ഓടിയും ഇടയ്ക്കിടെ എന്തൊക്കെയോ പുലമ്പിയും കാടണയുന്നു. നിരവധി സർക്കാർ വാഹനങ്ങൾ പോലും ഇതുവഴി കടന്നു പോകുന്നുണ്ട്. യാത്രക്കാരാരോ നൽകിയ മൂകൻ എന്ന പേർ മാത്രമേ ആളുകൾക്കറിയൂ. വയനാട് സ്വദേശിയും മനുഷ്യാവകാശ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് PR ശ്രീജിത്താണ് ഞങ്ങളെ മൂകൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. എനിക്ക് തോന്നുന്നു സൊമാലിയയിലോ ആഫ്രിക്കയിലോ അല്ലെങ്കിൽ ആമസോണിൻ്റെ കാടുകളിലോ കാണുന്ന ഒരു അപരിഷ്കൃത ആദിവാസി മനുഷ്യനെ പോലെ മാത്രമാണ് നമുക്ക് ഇദ്ദേഹത്തെ കാണും. ആഫ്രിക്കൻ നാടുകളിലെന്ന പോലെ എല്ലുന്തി പേക്കോലമായ ഒരു മനുഷ്യൻ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. വികസനത്തിൻ്റെ വായ്ത്താരികൾ മുഴങ്ങുന്ന നാട്ടിൽ ഇങ്ങനെയും മനുഷ്യരുണ്ടോ എന്ന് പരിഷ്കൃത ജനത സംശയിക്കും. ആദിവാസി ക്ഷേമത്തിന് കോടികൾ ഒഴുകുന്ന നാട്ടിലാണിതെന്നുകൂടി ഓർക്കണം. മനസാക്ഷി മരവിക്കാത്തവർക്ക് ഈ യുവാവിന് ഒരു കൈത്താങ്ങ് നൽകാനായാൽ അതിലും വലിയൊരു പുണ്യകർമ്മം ചെയ്യാനുണ്ടാകില്ല. നാഗർഹോള കടുവാ സങ്കേതത്തിൽ നിന്ന് ക്യാമറാമാൻ ഷാഫിക്കൊപ്പം S. വിനേഷ് കുമാർ, ഇന്ത്യ വിഷൻ.